ഹായ്, എന്തായി എല്ലാവരുടെയും വിഷു പർച്ചേസ് കാര്യങ്ങൾ കണി വെക്കാനുള്ള ഐറ്റംസ് എല്ലാം വാങ്ങിക്കഴിഞ്ഞോ? പടക്കമൊക്കെ വാങ്ങിച്ച് ശേഖരിച്ച് വെച്ചിട്ടുണ്ടോ? ടപ്പേ 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 എന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഭയങ്കര ആഘോഷത്തിലായിരിക്കുമല്ലേ? ഇന്നെന്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും നേരെ ഉണ്ടാവോ എന്തോ? കണ്ടേക്കണം കേട്ടോ എപ്പോഴെങ്കിലും ഒക്കെ. കാരണം ഇത് കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾക്ക് എന്നെ കാണാനുള്ളതല്ലേ. വിഷു ഒക്കെ ഒരു ദിവസം ഉള്ളു കേട്ടോ. ഞാൻ എല്ലാ ദിവസവും വരണതാ. ഒരു കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് നീ ചെറിയ വീഡിയോ ഇടണുള്ളൂ, കാണാൻ മറക്കരുത് കേട്ടോ. അപ്പം അതെ, ചില സമയങ്ങളിൽ ചില കാലഘട്ടത്തിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകും. ചില നഷ്ടങ്ങളൊക്കെ നമുക്ക് വരും. ചിലപ്പോൾ അത് വ്യക്തികളായിരിക്കാം, ചില വസ്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഇതുപോലെ ഉണ്ടാവുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഡൗൺ ആവുമല്ലേ. എന്താ പറയുക, എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു അവസ്ഥ, അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. ഇനി എന്ത് ചെയ്യും എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അങ്ങനെ പല രീതിയിലും നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഡൗൺ ആയി പോകും. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ആ നഷ്ടപ്പെട്ടു പോയ ആ വസ്തുവിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ജനിച്ചത്? അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാളും ജീവിച്ചത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നോ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഓക്കെ. അതില്ല എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും അവസ്ഥകളുണ്ടോ? അല്ലെങ്കിൽ എന്താ പറയുക, നഷ്ടപ്പെട്ട ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ വസ്തുവിന്റെ വിലയേ ഉള്ളോ നിങ്ങളുടെ ജീവിതത്തിന്? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ ഒരു സമയത്ത് നമുക്ക് തീരെ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപാട് സങ്കടങ്ങളും മൈൻഡ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് പോകുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ സമയത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി, ആ ഒരു വസ്തുവിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നോ ഞാൻ ഇത്രയും നാൾ ജീവിച്ചത്? അല്ലെങ്കിൽ അതായിരുന്നോ എൻ്റെ ജീവിത ലക്ഷ്യം? അത്രയും വലിയേ ഉള്ളോ എൻ്റെ ജീവിതത്തിന്? ഇനി എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ലേ? അത്രയും വില ഉള്ളൂന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ അവിടെ കിടന്നോ, നിങ്ങൾ ഡൗൺ ആയിക്കോ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിലും വിലയുണ്ട് ഒരു ജീവന് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വില, മൂല്യം നിശ്ചയിക്കുന്നത് നമ്മളാണ്, മറ്റുള്ളവരല്ല. നമ്മൾ തീരുമാനിക്കണം, ഇതുകൊണ്ട് ഞാൻ അവസാനിച്ചോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് അവസാനിക്കുന്നതാണോ എൻ്റെ ജീവിതം എന്നല്ലേ. ചില പ്രണയ നൈരാശ്യങ്ങൾ വരുമ്പോൾ, ഡൈവോഴ്സ് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളിൽ നിന്നും വേർപെട്ടു പോകുമ്പോൾ ഒക്കെ നമ്മൾ ഇതുപോലുള്ള ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരാറുണ്ട്. അങ്ങനെ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട് ഇല്ലേ? ആരെങ്കിലുമൊക്കെ തേച്ചിട്ട് പോകുമ്പോഴത്തേക്കും പോയി ആത്മഹത്യ ചെയ്യുന്നവരും ഒക്കെ ഒരുപാടുണ്ട് നമ്മുടെ ചുറ്റും. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ്സിൽ നഷ്ടം വരുമ്പോൾ, അത് നഷ്ടങ്ങൾ സഹിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മൾ പരുവപ്പെടുത്തി എടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ എന്തൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും പോസിറ്റീവായിട്ടുള്ളൊരു ചിന്താഗതി എപ്പോഴും നല്ലതാണ്. നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. പക്ഷെ അതിനോടൊപ്പം ഇത് ഇങ്ങനെയും ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്നൊരു അങ്ങനെ ഒരു ചിന്ത കൂടെ നമ്മുടെ മനസ്സിന്റെ ഒരു കോർണറിൽ നമ്മൾ ഒളിപ്പിച്ചു വെക്കണം എന്നുള്ളതാണ്. അല്ലാതെ വരുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ടും വിജയം മാത്രമായിരിക്കും, 100% ആ ഒരു വിജയത്തിലേക്ക് മാത്രമായിരിക്കും എൻ്റെ പോക്ക് എന്ന് ചിന്തിച്ച് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ചിന്താഗതികൾ നമുക്ക് കൂടി വരികയും ഈ പറയുന്ന ആത്മഹത്യ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയും ചെയ്യുന്നത്. അപ്പൊ അത് ആ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞാൽ, അത് വേണം. അതിനോടൊപ്പം തന്നെ അത് നഷ്ടപ്പെട്ടാലും എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഓവറായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴേ നിങ്ങൾ നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങി നോക്കിക്കേ. ഏറ്റവും വലിയ മെഡിസിൻ എന്ന് പറയുന്നത് തന്നെ ഉറക്കമാണ് അല്ലേ? നമ്മളിപ്പോൾ ഡിപ്രഷനായിട്ട് ഡിപ്രഷനൊക്കെ വന്നിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കി, ഇവരാദ്യം തരുന്ന എന്താ? സ്ലീപ്പിംഗ് പിൽസ് ആണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നഴ്സുമാരോ ഡോക്ടേഴ്സിനോട് അല്ലെങ്കിൽ ഇങ്ങനെ അസുഖങ്ങളുള്ളവരോട് ആരുടെങ്കിലും ചോദിച്ചു നോക്കിയേ. ആദ്യമേ നിങ്ങളെ നല്ല രീതിയിലൊന്ന് ഉറക്കാനാണ് ഇവർ നോക്കുന്നത്. ഉറക്ക ഗുളികയാണ് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് പിൽസ് ആണ് നമുക്ക് ആദ്യമായിട്ട് ഇവർ തരുന്നത്. കാരണം നമ്മുടെ മൈൻഡ് ഒന്ന് ശാന്തമാക്കിക്കൊണ്ട് വരണം. അതിന് ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് ഉറക്കം തന്നെയാണ്. നമ്മൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ശരിയാണ്, നമുക്ക് ഉറങ്ങാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ പെട്ടെന്ന് ഉറങ്ങാനോ ഒന്നും പറ്റിയല്ല. പക്ഷേങ്കിൽ പറ്റുന്ന പോലെ നമ്മൾ കിടന്ന് ഉറങ്ങാൻ നോക്കുക. നല്ല രീതിയിലൊന്നും ഉറങ്ങാനായിട്ടുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കുക. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം വിഷു ഒക്കെ ആയിട്ട് എല്ലാവരും തിരക്കായിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു വീഡിയോയിലേക്കൊന്നും ഞാൻ പോണില്ല. എല്ലാവരുടെയും വിഷുവിന് ആഘോഷത്തിനിടയ്ക്കൊക്കെ എന്നെയൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ. പടക്കമൊക്കെ പൊട്ടിച്ച് സദ്യയൊക്കെ ഒരുക്കുമ്പോഴത്തേക്ക് ഈ പാവം ഇവിടെ ഇരിപ്പുണ്ട് എന്നൊക്കെ ഉള്ള ഒരു ഓർമ്മയൊക്കെ വേണേ. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സദ്യയൊക്കെ കൊണ്ടുമ്പോഴൊക്കെ നമ്മളൊന്ന് ഓർക്കണം, നല്ലതാ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ വിഷു, ഇന്ന് വിഷുവിന് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല, വടക്കം പൊട്ടിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇന്ന് ഞങ്ങൾ ആഘോഷം ഉണ്ട്.
കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അവിടെ ഞങ്ങൾ പടക്കം പൊട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ എൻജോയ് ചെയ്യും. അതുപോലെ തന്നെ നാളെ പള്ളിയിൽ പോയിട്ട് വന്നു കഴിയുമ്പോൾ ഉച്ചയ്ക്ക് ഒരാഘോഷം, ഒരു വീട്ടിൽ വിഷു സദ്യ, രാത്രി വേറൊരു വീട്ടിൽ വിഷു സദ്യ. കുറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്തൊരു സുഖമല്ലേ. പക്ഷേ എന്താ പറയുക, എൻജോയ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കാര്യമൊന്നുമില്ല. അപ്പം എന്തായാലും ഇന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ കൂടെ വിഷു പർച്ചേസിന് പോകുന്നുണ്ട്. ഞാൻ പറ്റിയ വീഡിയോ എടുക്കാം. അറിയാൻ പാടില്ല, നല്ല തിരക്കായിരിക്കുമല്ലോ. മഴ വരാതിരിക്കണേ ദൈവമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന, വീടെത്തുന്നിടം വരെ, അല്ലെങ്കിൽ മുഴുവൻ ചളമായി പോകും. അപ്പം എല്ലാവരും എന്തായാലും പോയിട്ട് വിഷുവിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെക്കുക. നല്ല രീതിയിൽ സന്തോഷത്തോട് കൂടിയിട്ട് രാവിലെ എഴുന്നേറ്റ് കണിയൊക്കെ കണ്ട് നല്ലൊരു തുടക്കം, പുതിയൊരു തുടക്കമാക്കി നമ്മൾ നാളെ ഉണർന്ന് എഴുന്നേൽക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നെഗറ്റീവ് ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിറച്ച്, അതായത് നമ്മുടെ ജീവിതം ഇനിയും നമ്മൾ ജീവിച്ചു തീർക്കാനുണ്ട്, ഇത്രയും നല്ലൊരു ജീവിതം എനിക്ക് തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നാളെ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും കണിയൊക്കെ കണ്ട് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ. അപ്പം നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. അതുവരേക്കും ബൈ ബൈ.